വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന കേസിൽ റാപ്പ് ഗായകൻ വേടന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി നാളത്തേക്ക് മാറ്റി. വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനമെന്ന വാദം തെറ്റെന്ന് വേടൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. വേടനെതിരെ കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ പരാതിക്കാരിക്ക് കോടതി സമയം നൽകിയിട്ടുണ്ട്. ബിനിൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ബിനിൽ, എന്തുകൊണ്ട് മുൻകൂർ ജാമ്യം നൽകണം എന്നുള്ളതാണ് വേടൻ പറയുന്നത്? സാങ്കേതികമായ കാര്യങ്ങളിൽ ഊന്നിയുള്ള വാദമാണ് പ്രധാനമായും വേടൻ എന്ന കിരൺദാസ് മുരളി ഇന്ന് കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതിന് സുപ്രീം കോടതിയുടെ അടക്കമുള്ള മുൻ വിധിന്യായങ്ങളടക്കം വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കി. നിലവിലുള്ള പരാതി പ്രകാരം ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്നതാണ് വേടന്റെ വാദം. അതായത് വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം അതാണ് ബലാത്സംഗ കുറ്റമായി മാറുന്നത്. അതിവിടെ ഉണ്ടായിട്ടില്ല എന്ന നിലപാടാണ് വേടൻ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യത്തിന്റെ പേരിൽ തനിക്കെതിരെ ഈ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്നതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്. അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് മുൻകൂർ ജാമ്യം അനുവദിക്കണം എന്നതാണ് വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ പ്രധാനമായും വാദിച്ചിരിക്കുന്നത്. ഈ കേസിൽ പരാതിക്കാരിയായ യുവ ഡോക്ടർ ഇന്ന് കക്ഷി ചേരാനെത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ ഈ ജാമ്യത്തെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വേടനെതിരെ നിരവധി പരാതികൾ ഇപ്പോൾ സർക്കാരിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. സമാനമായ ദുരിതം നേരിട്ടിട്ടുള്ള മറ്റ് യുവതികൾ കൂടി പരാതിയുമായി വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ ഹിരൺദാസ് മുരളിക്ക് ജാമ്യം അനുവദിക്കരുത്. ഈ ഹിരൺദാസ് മുരളിയുടെ സ്വഭാവം ഇന്നിപ്പോ ബിനിൽ നേരത്തെ പറഞ്ഞു മറ്റു പെൺകുട്ടികൾ കൂടി പരാതിയായി വന്നിട്ടുണ്ട്. അവർ നേരെ മുഖ്യമന്ത്രിയെ പോയി കണ്ടാണ് ഈ പരാതി അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ കൂടി കക്ഷി ചേരാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഈ ഒരു പരാതിയുമായി കൂടുതൽ ആളുകൾ വന്നിട്ടുണ്ടെന്ന് ഈ യുവ ഡോക്ടർ കോടതിയെ അറിയിച്ചോ ബിനിൽ? തീർച്ചയായും അവർ പറഞ്ഞത് കൂടുതൽ പരാതികൾ സമാനമായ രീതിയിൽ തന്നെ പോലെ ഈ പീഡനത്തിനിരയായ നിരവധി പേർ രംഗത്ത് വന്നിരിക്കുന്നു. അവർ പരാതിയുമായി സർക്കാരിന് മുന്നിലെത്തിയിരിക്കുന്നു. വേടനെതിരെ താൻ മാത്രമല്ല ഇത്തരത്തിൽ ഒരു പീഡനത്തിനിരയായിരിക്കുന്നത്. നിരവധി പേരെ ഇയാളുടെ സ്വഭാവ വൈകൃതം ഉപയോഗിച്ചുകൊണ്ട് പീഡിപ്പിച്ചു എന്നത് തന്നെയാണ് ഈ പരാതിക്കാരി കോടതിയിൽ ഉന്നയിച്ചത്. കൂടുതൽ രേഖകൾ വിശദാംശങ്ങൾ അവർ ഈ കോടതിയിൽ പറഞ്ഞപ്പോൾ ഡോക്യുമെന്റുകൾ കോടതിയുടെ മുന്നിൽ എത്തിയിട്ടില്ല എന്നതാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് പറഞ്ഞത്. അതുകൊണ്ട് ആ രേഖകൾ ഹാജരാക്കുന്നതിന് വേണ്ടിയാണ് പരാതിക്കാരിക്ക് കൂടുതൽ സമയം ഇപ്പോൾ കോടതി അനുവദിച്ചിരിക്കുന്നത്. നാളെ ഹർജി വീണ്ടും പരിഗണിക്കാമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. പരാതിക്കാരിയെ കൂടി കേസിൽ കോടതി കക്ഷി ചേർത്തിരിക്കുന്നു. അതായത് ഇത്തരത്തിലുള്ള പീഡന പരാതികൾ ഉണ്ടാകുമ്പോൾ ആ പീഡന പരാതികളിൽ ആരോപണ വിധേയന്റെ ജാമ്യ ഹർജികൾ പരിഗണിക്കുമ്പോൾ പരാതിക്കാരിയെ കൂടി കേൾക്കണം. അവർക്ക് പറയാനുള്ളത് കൂടി കോടതികൾ പരിഗണിക്കണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ സുപ്രീം കോടതിയുടേതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസിൽ പരാതിക്കാരിയായ യുവതിയെ കൂടി കേട്ട ശേഷമായിരിക്കും കോടതി അന്തിമമായ ഒരു തീരുമാനമെടുക്കുക. 30,000 രൂപ വരുന്ന സാമ്പത്തിക ഇടപാടിന്റെ തെളിവുകൾ, അതോടൊപ്പം തന്നെ വിവാഹ വാഗ്ദാനം നൽകി കൊച്ചിയിലെയും കോഴിക്കോടെയും ഫ്ളാറ്റുകളിൽ വന്നതിന്റെ തെളിവുകൾ, ഇൻസ്റ്റഗ്രാം ചാറ്റുകൾ, ഇതെല്ലാം തന്റെ പക്കലുണ്ട് എന്നുള്ളതായിരുന്നു യുവ ഡോക്ടർ പറഞ്ഞിരുന്നത്. ഇതൊക്കെ കോടതിയിൽ ഹാജരാക്കുമോ നാളെ? ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ സർക്കാരാണ് ഹാജരാക്കേണ്ടത്. സർക്കാർ ഇതിന്റെ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കും. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യവും ഈ യുവ ഡോക്ടറുമായിട്ടുള്ള ബന്ധവും അത് വേടൻ ഇതുവരെ കോടതിയിൽ നിഷേധിച്ചിട്ടില്ല. വേടൻ ഒരിടത്തും ഇതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല. വേടൻ പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം, അതായത് ബലാത്സംഗ കുറ്റത്തിലേക്ക് നയിക്കുന്ന ആ കാര്യം താൻ ചെയ്തിട്ടില്ല എന്നതാണ് വേടൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ യുവ ഡോക്ടറുമായി ബന്ധമില്ല എന്ന് വേടൻ പറയുന്നില്ല. അവരിൽ നിന്ന് സാമ്പത്തിക സഹായം കിട്ടിയിട്ടില്ല എന്ന് വേടൻ പറയുന്നില്ല. അതൊന്നും വേടൻ നിഷേധിക്കുന്നില്ല. പക്ഷേ താൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ശരിയല്ല എന്നതാണ് പറയുന്നത്. അതേസമയം ഇതിനകത്ത് കോടതിയുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇത് ഉഭയസമ്മതപ്രകാരമുള്ള ഒരു ലൈംഗിക വീഴ്ചയാണോ അല്ലയോ, അത് ഈ ഒരു ബലാത്സംഗ കുറ്റം നിലനിൽക്കുന്ന രീതിയിൽ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനമാണോ, അതാണ് കോടതിക്ക് ഈ ജാമ്യ ഹർജിയിലേക്ക് വരുമ്പോൾ തീരുമാനിക്കേണ്ടി വരിക. അതുകൊണ്ടാണ് വേടൻ ഈ സമാനമായ പല ആരോപണങ്ങളിലും സുപ്രീം കോടതി ഈ ബലാത്സംഗ കുറ്റം ഈ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം എന്നത് നിലനിൽക്കില്ല എന്നത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിധിന്യായങ്ങൾ അടക്കമായിട്ടാണ് ഇന്ന് വേടന്റെ അഭിഭാഷകൻ കോടതിയിലേക്ക് എത്തുകയും അത് കോടതിക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. ഇനി ആ വിധിന്യായങ്ങളും ഈ കേസിന്റെ സ്വഭാവവും ഒക്കെ തന്നെ കോടതിക്ക് പരിശോധിക്കേണ്ടി വരും. ഇനി പ്രോസിക്യൂഷന്റെ വാദം നടന്നിട്ടില്ല. ഇന്ന്
ഇന്ന് പ്രധാനമായും ഈ ഹർജിക്കാരനായ വേടന്റെയും ഈ പരാതിക്കാരിയുടെയും വാദമാണ് കോടതി മുമ്പാകെ നടന്നിരിക്കുന്നത്. അവർ തന്നെ അവസാന ഘട്ടത്തിൽ വലിയ വാഗ്വാദത്തിലേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട വാദം നീണ്ടുപോവുകയും ചെയ്തു. പ്രത്യേകിച്ച് വേടനെതിരെ അവസാന ഘട്ടത്തിൽ ഈ പരാതിക്കാരിയുടെ അഭിഭാഷക ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. അത് കോടതിക്ക് മുന്നിലില്ലാത്ത രേഖകൾ എന്നതാണ് പ്രധാനപ്പെട്ട വാദമെന്നായി പിന്നീട് എതിർപക്ഷം മുന്നോട്ട് വെച്ചത്. എന്തായാലും ഇനി കൂടുതൽ രേഖകൾ ഹാജരാക്കാനുള്ള അവസരമാണ് കോടതി നൽകിയിരിക്കുന്നത്. നാളെ ഈ മുൻകൂർ ജാമ്യ ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ കൂടുതൽ രേഖകൾ പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരിക്കും കോടതിക്ക് മുന്നിലേക്ക് നൽകാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൽ ഇതുവരെ ലുക്കൌട്ട് സർക്കുലർ അടക്കം ലുക്കൌട്ട് നോട്ടീസ് അടക്കം പോലീസ് പുറത്തിറക്കിയിരുന്നു. കാരണം വിദേശത്തുള്ള ഷോകളൊക്കെ ബന്ധപ്പെട്ടുള്ള മറ്റു രാജ്യത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി. പക്ഷെ ഇതുവരെ അറസ്റ്റ് തടഞ്ഞിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. ബിനിൽ, ഇതുവരെ പക്ഷേ വേടൻ എവിടെയാണ് എന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ആര്യ, ഇന്നും കോടതി വേടന്റെ അറസ്റ്റ് തടഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് വേടനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുന്നതിന് മറ്റ് നിയമ തടസ്സങ്ങൾ ഒന്നും തന്നെയില്ല. നാളെ ഈ കേസിൽ വിശദമായ വാദത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഒരു ഉത്തരവ് കോടതിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വേടനെ ഈ ഘട്ടത്തിൽ പോലീസിന് കിട്ടിയാൽ അറസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. പോലീസ് പക്ഷേ വിശദമായി അന്വേഷിച്ചിട്ടും വേടൻ എവിടെയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പോലീസ് പറയുന്നത്. ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ലുക്കൌട്ട് സർക്കുലറാണ് വേടന് എതിരെ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് വിമാനത്താവളങ്ങൾ വഴിയോ തുറമുഖങ്ങൾ വഴിയോ വിദേശത്തേക്ക് കടക്കുന്നത് തടയുക എന്ന ഉദ്ദേശമാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. വേടൻ വിദേശത്തേക്ക് കടന്നിട്ടില്ല എന്നതാണ് ഈ പാസ്പോർട്ട് രേഖകളിൽ നിന്ന് പോലീസ് ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്നത്. വേടന്റെ സംഗീത പരിപാടി 23-ാം തീയതി അടക്കം പല സ്ഥലത്തും തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേടനെ വേഗത്തിൽ പിടികൂടാൻ കഴിഞ്ഞാൽ അതിനുള്ള ശ്രമം പോലീസ് ഉപേക്ഷിച്ചിട്ടില്ല. ഇന്നത്തെ ജാമ്യ ഹർജിയെയാണ് പ്രധാനമായും പോലീസ് ഉറ്റുനോക്കിയിരുന്നത്. ഇന്ന് കോടതിയിൽ നിന്ന് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു നടപടി ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ പോലീസിന് വീണ്ടും വേടന് വേണ്ടിയുള്ള തെരച്ചിലിലേക്ക് കടക്കാൻ കഴിയും. പക്ഷേ വേടൻ എവിടെ എന്നത് പോലീസിന് ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. രേഖകൾ ഹാജരാക്കാൻ പരാതിക്കാരിക്ക് കൂടുതൽ സമയം അനുവദിച്ചിരിക്കുകയാണ് കോടതി. നാളെയായിരിക്കും മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഒരു അന്തിമ തീരുമാനം എടുക്കുക.